സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉച്ച സമയം 12 മണിയൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ വിശന്നൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ ലഞ്ചിന് കഴിക്കാം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ കലവറ നോക്കുവാണെങ്കിൽ ബ്രിഞ്ചോളാണ് കാണുന്നത്. എഗൈൻ ഗൈസ് വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തോ ഫുഡാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്, ആരാണ് ഗസ്റ്റ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കായി നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നാളൻ. എന്താണ് സുഖല്ലേ? എന്റെ പൊന്നോ അങ്ങേ ലുക്കിലാണല്ലോ. റെഡ് കളറൊക്കെ ഇട്ടിട്ട് ഷർട്ടിന്റെ പകുതി കാണാം. അതങ്ങനെയാണ് ഇപ്പത്തെ സ്റ്റൈൽ ആൻഡ് ട്രെൻഡ്. സോ നമ്മൾ അപ്പൊ എന്താണ് ഷെഫ് പുതിയ എന്തൊക്കെയാണ് ട്രാവൽ പ്ലാൻസും? ഇനി മുംബൈ, ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെ ഫുൾ ട്രാവലിംഗ് ആണോ? ആക്കാൻ പറഞ്ഞാണെങ്കിൽ സംഗതി സത്യം. ദുബായ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും കറങ്ങുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, കോലാലംപൂർ, മലേഷ്യ, സിംഗപ്പൂർ. ഓ അടിപൊളി. അവിടെ എങ്ങനത്തെ എന്താണ്? എന്റെ ആക്ച്വലി പ്രോഗ്രാം വരുന്നുണ്ട്, മിറാക്കിൾ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞു. മിറാക്കിൾ ഓഫ് ഫുഡ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. ഞാൻ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഷെഫാണ് ഇൻവൈറ്റ് ചെയ്തത്. ഷെഫിനാണ് പേഴ്സണലി കുറച്ചുകൂടെ അറിയാവുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി, നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഫിഷ് കറി അല്ല, വെണ്ടയ്ക്ക മുളകിട്ട കറി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ കൃഷ്ണപ്രിയ. ഡോക്ടർ കൃഷ്ണപ്രിയ, അങ്ങനെ പറഞ്ഞ കേട്ടോ. ഡോക്ടർ കൃഷ്ണപ്രിയ, ഹലോ. സിമ്പിൾ ആയിട്ടാണല്ലോ വന്നത്. ആരെങ്കിലും പറഞ്ഞോ ഭയങ്കര ലുക്കായി പോയി അല്ലേ? ഡോക്ടർ ഭയങ്കര ഡോക്ടർ സിമ്പിൾ ആയിട്ടൊക്കെ വന്നിരിക്കും. ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഇന്ന് കുട്ടി ആ കളർ അങ്ങ് പിടിച്ചു. പിടിച്ചേക്കാൻ വല്ലതും പറഞ്ഞോ? മത്സര ബുദ്ധിയുള്ള വെച്ചാ നമ്മൾ രണ്ടുപേരും സമാധാനം. ഇനി ഡോക്ടറൊന്നും എനിക്ക് ഡോക്ടർ ഷെഫും കൂടെ മനസ്സിലാവില്ല. അവിടെ ഷെഫായിട്ട് ഇനി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ? അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിഷ്ണുമോഹൻ ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടറെ എന്തോ സംഭവിച്ചു. ഞാൻ എന്ത് പറ്റി? കൃഷ്ണപ്രിയ ഡോക്ടർ ഇവിടെ വന്ന് എന്തോ തീയൊക്കെ കത്തിച്ച് അടുപ്പെല്ലാം കൂടെ കയറി കത്തി ഫയർ എഞ്ചിനെ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്ത് കടുക് വറുത്തുന്ന തീ അവിടെ തീ പിടിക്കുന്നില്ലെന്ന് അങ്ങനെ എന്തൊരു അവിടെ കണ്ട് മണ്ണെണ്ണ കണ്ടിരുന്നു. അടുത്ത് ഒഴിച്ചു കൊടുത്ത് അടുപ്പെല്ലാം കൂടെ കത്തി. ഞാൻ വിഷ്ണുമോഹൻ ഡോക്ടറല്ലേ കത്ത് പുറത്തു വന്നിട്ട് വിളിക്കുന്നു. ഇങ്ങനെയുള്ള പണിയൊന്നും അടുത്ത എപ്പിസോഡിൽ പഠിപ്പിക്കരുത്. പക്ഷെ ഇന്ന് നമ്മൾ എന്തെങ്കിലും വേറെ പണിയാ, മുട്ടൻ പണി. വേറെ ഇങ്ങനത്തെ ഈ ബിരിയാണി കഴിക്കുന്ന സമയത്തെ ഡോക്ടറെ ബേസിക്കലി മുസ്ലിം സമുദായം ഉണ്ടാക്കുന്ന, അതും ഈ തമിഴ്നാട് മുസ്ലിംസ് ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്, ഈ ബ്രിഞ്ചോൾ വെച്ചിട്ട്. പിന്നെ ഹൈദരാബാദിലും അങ്ങനെ ഒരു കറി വരുന്നത്. അപ്പോൾ അവരാണ് ഏറ്റവും നല്ല ബിരിയാണീസ് ഒക്കെ കഴിയുന്നത്. അതിന്റെ കറി മാത്രം ഞാൻ അടിച്ചു മാറ്റാം നമുക്ക്. ഇതോ അതിന് ബേസിക്കലി ബ്രിഞ്ചോൾ ബിരിയാണി കറി. ബ്രിഞ്ചോൾ ബിരിയാണി കറി. പ്രിയല്ല, ബ്രി ബ്രി ബിഞ്ചോളോ ബ്രിഞ്ചോളല്ലേ? എന്തോ വേണ്ട, എഗ് പ്ലാന്റ്. ബ്രിഞ്ചോൾ കറക്റ്റ് അല്ലേ? ബ്ലിങ്ങല്ല, ബ്രി ബ്രിഞ്ചോൾ ഞാൻ പറഞ്ഞത്. എന്താ ഇത്? ഇങ്ങനെയാ പ്രശ്നമാണ്. ബ്രിഞ്ചോൾ ബിരിയാണി കറി. അപ്പൊ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള കറി ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ബ്രിഞ്ചോൾ ബിരിയാണി കറി. നമ്മൾ അടുപ്പ് കത്തിച്ചു. നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകും. അതെ, ഇതിനെ നമ്മൾ ചെവിട്ടിന്ന് ഇതിങ്ങനൊക്കെ മുറിക്കണം. മുറിക്കാം. ആദ്യം നമ്മൾ ബ്രിഞ്ചോൾ എടുത്തിട്ട് അപ്പൊ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തേക്ക് ബ്രിഞ്ചോൾ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ട് 4 ബ്രിഞ്ചോൾ ഈച്ച് അല്ലേ? 4 ബ്രിഞ്ചോൾ ഈച്ച് നമ്മൾ ഒന്ന് വെറുതെ എണ്ണയിലിട്ടൊന്ന് ഇങ്ങനെ ആക്കുക. നമ്മൾ ഉപയോഗിക്കേണ്ട എണ്ണ നല്ല എണ്ണ. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല എണ്ണ അല്ലേ? ഉപ്പ് ഞാൻ ഇടുവാണ് കുറച്ച്. ഓക്കെ. ഡോക്ടർ വഴുതനങ്ങ വെച്ച് എന്തൊക്കെ കറികൾ ഉണ്ടാക്കും? പറ. എന്തോ ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ. ഡോക്ടർ ബ്രിഞ്ചോൾ വെച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വഴുതനങ്ങ മെഴുക്കുവരട്ടി. എല്ലാം മെഴുക്കുവരട്ടിയുടെ പണിയുള്ളല്ലേ? എല്ലാം എളുപ്പ പരിപാടിയാ. ആക്ച്വലി ഞാൻ വഴുതനങ്ങ ഇന്ന് കഴിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വെണ്ടയ്ക്ക് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇവിടെ നല്ല തുണി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പൊള്ളിപ്പോ. ഞാനിങ്ങനെ പിടിച്ചു തരാം.
അതായിരിക്കും. ലോകത്തിലെ പോയോ? ലോകം പോയി. ഷെഫിന്റെ അടുത്ത് ഇല്ല ഇനി കേട്ടോ. അതെടുത്ത് അങ്ങനെ ഇടുന്ന്. അതെന്താ അതിന്റെ കളർ എന്താ അങ്ങനെ ഇരിക്കുന്നത്? അതിന്റെ നമ്മുടെ അച്ഛനും ഇതിലാ, നമ്മുടെ ഇത് ഉണ്ട്, നോക്കാം. ഉണ്ട്, ഉണ്ട്. കൈ ബാക്കിയെല്ലാം ലോകത്തില് എത്രയോ തരം എണ്ണകളുണ്ടല്ലേ? എന്നാൽ നല്ല എണ്ണ എന്ന് പറയുന്നത് ഏതെണ്ണയാണ്? ആക്ച്വലി എന്നെ പറയുകയാണെങ്കിൽ ഷെഫ് എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, നല്ല എണ്ണ. അതാണ് നല്ലെണ്ണയാണ്. എള്ളെണ്ണ. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? അതുകൊണ്ട് അത് എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ കളറിലൊന്നും അല്ല ആക്ച്വലി എണ്ണ ഇരിക്കുന്നത്. എണ്ണ ഇരിക്കുന്നത് പച്ച കളറിലാണ്. പച്ച കളറിലാണ്. അതെ. സവോളയും ജീരകവും ഏത് ജീരകം? കുരുമുളകും. രണ്ട് ജീരകം ഉണ്ടല്ലേ? രണ്ട് ജീരകം ഉണ്ട്. രണ്ട് ജീരകവും ഇങ്ങനെ പിച്ചിടും കേട്ടോ. ഇങ്ങനെ സവോള മൊത്തം ഇട്ടു. അതിന് സവോള മൊത്തം ഇട്ടു. അതിനുശേഷം പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും ഉണ്ട്. പെരുംജീരകവും ചെറിയ ജീരകവും. എന്ത് ജീരകമായാലും ഓക്കെ. നമ്മൾ അത് സെറ്റാക്കി നമ്മൾ ഇനി പിന്നെ അതിന് ശേഷം നമ്മള് കുരുമുളക് എന്തോരം ഇട്ടു? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് അത്ര കുറച്ചുകൂടി അല്ല അത്ര മതിയെന്ന് തോന്നുന്നു. അത്ര കണ്ടുള്ളൂ ഞാൻ. അല്ലെങ്കിൽ മന്തിയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണ പോലെ കുറെ കിടക്കും. നമുക്ക് അത്ര വേണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കളർ മാറി. എന്താ ഇട്ടത്? അതേതാ? ഇതെന്താ കാര്യമായത്? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞങ്ങൾക്കില്ല. ഉണ്ട്, ഉണ്ട്. അത് മൊത്തം ഇട്ടു കേട്ടോ. മൊത്തം ഇട്ടോ? മൊത്തം ഇട്ടു. ഫുള്ളോ? മൊത്തം ഇട്ടു. അതിനല്ലേ അത് തന്നെ. ഇത് പറഞ്ഞു തരല്ലോ. എന്നിട്ട് ടേസ്റ്റ് എന്നിട്ട് പറയും ടേസ്റ്റ് മാറി പറയും. ഡോക്ടറിന് ഹെൽത്ത് കോൺഷ്യസ് ഉള്ളതുകൊണ്ട് നമ്മൾ കാന്താരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറിയിടാം. നമ്മളിവിടെ കാന്താരി മുളക് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മളിവിടെ ഫുള്ളില്ല കുറച്ച് കറിവേപ്പില. എന്താ മണത്ത് നോക്കാൻ? മണോന്നെങ്കിൽ എന്താണ് ഇപ്പൊ അത്? കുറച്ചുകൂടി കടുക്. കുറച്ച് കടുക്. ആദ്യം നമ്മൾ കടുക് ഇട്ടില്ല. കുറച്ച് കടുക്. അവസാനം എന്താ ഇട്ടത്? കടുക് തന്നെ ഇട്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെ ഇട്ടെന്ന്. ആദ്യം എണ്ണ ഒഴിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ നല്ലെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മള് സെസമേ ഓയിൽ. ഓക്കെ. എന്നിട്ട് നമ്മള് ബ്രിഞ്ചോൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? എണ്ണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെയ്തു വഴറ്റി. അതിന് ശേഷം നമ്മൾ തിരിച്ചു വെച്ച് പിന്നെ എന്തൊക്കെയാ ചെയ്തത്? സവോള, രണ്ട് തരം ജീരകം, കുരുമുളക്, ഉപ്പിട്ടു. വേണ്ടി ഇടയ്ക്ക് നമ്മള് കറിവേപ്പില ഇട്ടു, കാന്താരി ഇട്ടു, കടുക്. കഴിഞ്ഞു. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ഗാർലിക്. ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി ഇട്ടില്ല നമ്മള്. വെളുത്തുള്ളി ഇട്ടിട്ടില്ല നമ്മള്. പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് ഇട്ടു. കുംഭമേളക്ക് ഞാൻ നോക്കുന്നത് അവിടെ മനുഷ്യർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഭാര്യയും ഭർത്താവും കൂടെ അവിടെ കീർത്തന. ഞാൻ നോക്കുന്ന മനുഷ്യർ ഞാൻ നോക്കാൻ നേരത്ത് വീഡിയോ ഒക്കെ കാണുന്ന നേരത്ത് കല്ലെടുത്ത് നമ്മളെ തലയൊന്നും ഒഴുകും. അത്ര സ്ഥലമില്ല. അവിടെ ചെന്ന് 10 സെന്റ് പുരടവും വാങ്ങിച്ചോടെ കുംഭമേളക്ക് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കുംഭമേള എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയാം? രണ്ടുപേരും ഡോക്ടർ ആദ്യം പറ. കുംഭമേളയ്ക്ക് പോയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പ്രധാനമായിട്ടും നമുക്കൊരു ആത്മീയ അന്തരീക്ഷം ആയിരിക്കുമല്ലോ അവിടെ. അപ്പം ആ ഒരു രീതിയിൽ ഭക്തി എന്നുള്ള രീതിയിലാണ് പോയത്. സ്പിരിച്വൽ അങ്ങനത്തെ ഒരു ജേർണി. പിന്നെ അതൊരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇതുണ്ട്. അതിന്റെ ഓൾമോസ്റ്റ് മുക്കാലിട്ടു കേട്ടോ. കാശ്മീരി ചില്ലിയാണ് പിന്നെ ആദ്യം ഇടുന്നത്. ഇത് മല്ലിപ്പൊടി ഇത്രയാ ബാക്കി വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രഹണം വെച്ചിട്ട് നമുക്ക് ഇടാം. ഒരു ഇത് വെച്ചിട്ട് ഒന്നും കിട്ടണ്ട. ആദ്യം തന്നെ ഷെഫ് ഞാൻ ഡൗട്ട് വെച്ചപ്പോ എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതോടെ എന്റെ മൂഡ് അങ്ങോട്ട് പോയി.
നമ്മളെപ്പോഴും എന്തെങ്കിലും വറുത്തിരിക്കുന്നേ അതിനകത്ത് എണ്ണ കൂടുതൽ. അല്ല സത്യം ഇതിന്റെ എണ്ണ കൂടുതലായി. അല്ല എണ്ണ ഇതിൽ കുറവാണോ അപ്പോ? നമുക്കും അതുപോലെ തന്നെ ഇരിക്കണം. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ടേസ്റ്റ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു, അങ്ങനെ പറയരുത്. അപ്പൊ നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടായിരുന്നു, കാശ്മീരി ചില്ലി ഇട്ടായിരുന്നു. ഇനി അടുത്തത് സവോള അല്ലല്ലോ, തക്കാളി എടുത്തിട്ട് ഓക്കെ. ഈശ്വര, ഇത്ര സ്പീഡിലൊന്നും അറിയാൻ എനിക്കറിയില്ല. നമുക്കിത് കുറച്ച് എന്താ പറയാ, തീ കുറച്ച് വെക്കാം. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഡോക്ടർ ശരിക്കും പാട്ട് പാടുന്നൊക്കെ കേട്ടു ഞാൻ. ഭർത്താവ് രണ്ടുപേരും പാടും. ഫുള്ളി അങ്ങോട്ട് ഒത്തു വന്ന രണ്ടുപേരില്ലേ. അപ്പം ഒരു പാട്ടായാലോ, നമുക്ക് കുക്ക് ചെയ്തോണ്ട് പാട്ട് പാടാം. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് കുക്ക് ചെയ്യാം. പാട്ട് പാടുന്ന ഒരു മിനിറ്റ് ഞാൻ വേണമെങ്കിൽ അത് അളക്കാം. ഇല്ല, എന്നെ പറ്റി ഷെഫാണ്. ഷെഫ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മളൊരു ടോപ്പിക്ക് മറക്കരുത്, പാട്ട്. ഒരു നല്ലൊരു പാട്ടാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒറ്റ മിനിറ്റ് ഡോക്ടർ, ഞാനൊരു കാര്യം പറ്റും ഷെഫ്, കുറച്ച് നന്ദി ഉണ്ടെങ്കിൽ എനിക്കത് കുറച്ചൊരു മാനസിക പരിഗണന ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ആദ്യം ഇതൊന്ന് റെഡിയാക്കിയിട്ട് ചൂടാക്കി ഞങ്ങളോട് പറഞ്ഞു തരണം എന്താ ചെയ്തത്. അണ്ടിപ്പരിപ്പും സിസമി എടുത്ത് ചൂടാക്കുക. അണ്ടിപ്പരിപ്പിന് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്, അറിയാം. പക്ഷെ ഇത് കപ്പലണ്ടിയാണോ എന്തോ ചെയ്യുന്നത്? ഈ കുട്ടിയെ കൊണ്ടിട്ട് ഇളക്കിക്കല്ലേ. ഇവിടെ മാത്രമല്ല, കയ്യാണ് കണ്ടത്. ഞാൻ നോക്കുന്നത് ഇവിടെ വെച്ചില്ല, എന്ത് ഇതൊക്കെ കാണിക്കും, എന്തൊക്കെ കാണണം. ഇത് ഇറക്കി വെക്കാം. എന്നാലിതാ ഇപ്പൊ അപ്പൊ അടുത്ത് നമ്മളിത് മാറ്റി വെച്ചേക്കുവാണ്. ആദ്യത്തെ മിക്സർ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത തവ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പീനട്ടും സെസമി സീഡ്സും കൂടി ഇട്ടേക്കുവാണ്. എന്നിട്ട് അതൊന്ന് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് വറുത്ത് ഇതാവുന്ന സമയം കൊണ്ട് നമുക്കൊരു 1 മിനിറ്റ് സമയം കിട്ടും. 1 മിനിറ്റ് അല്ല, എത്ര മിനിറ്റ് വേണമെങ്കിലും എടുക്കാം. കരിഞ്ഞു തുടങ്ങാൻ വഴിയുണ്ടോ ഇത്ര പെട്ടെന്നോ? ഷെഫ് കുറെ നേരം ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. മാറ്റി വെക്കാം, അവിടേക്ക് വെക്കാം. ഓ ശരി, ആ സീഡ് ഇതായില്ലേ. ഇനി ഇത് എടുത്തിട്ട് തിരിച്ചു വെച്ച് 100 കാര്യങ്ങൾ ലൈഫിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബ്രിഞ്ചോൾ കറി ആയിരിക്കും എന്തായാലും. നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തിട്ട് അവിടെ സൈഡിൽ വെച്ചു. ഇതെന്നിട്ട് തിരിച്ച് മിക്സർ ഒന്നുകൂടെ ചൂടാക്കി നമ്മൾ ഈ ബ്രിഞ്ചോൾ അതിൻ്റെ ആക്കി ഇടാൻ പോകണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ പുളിവെള്ളം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പുളിവെള്ളം കൂടെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. കുട്ടി പറയുന്നത് ശ്രദ്ധിക്കുക, പുളിവെള്ളം അല്ല, പുളിവെള്ളം എന്നാ ഞാൻ പറഞ്ഞു കേട്ടോ. ഒഴിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ മിക്സർ ഉണ്ടല്ലോ, പീനട്ടും സെസമിയും കൂടെ സീഡ്സും കൂടെ വെച്ചിട്ടുള്ള മിക്സർ നമ്മൾ പോയിട്ട് അടിച്ചു, മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് എത്ര ആഡ് ചെയ്യുന്നത്? 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ അത്രയല്ലേ? 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഗ്രേവി കൂടുന്നതിനും കുറയുന്നതിന്റെ ഇടയിൽ കൂടെ നമുക്കൊരു പാട്ട് കേട്ടാലോ? എന്താണ് അഭിപ്രായം? ഒരു ഡോക്ടർ കൃഷ്ണപ്രിയയുടെ പാട്ട്. നമ്മുടെ സ്വന്തം ഡോക്ടർ കൃഷ്ണപ്രിയയുടെ പാട്ട്. യെസ്. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി നീ വഴിയും. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ.
എല്ലാരും കഴിച്ചു അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ പറ്റി ഒരു നല്ല അഭിപ്രായം കിട്ടിയില്ലേ അല്ലെങ്കിൽ ഇനിയുള്ള ഷെഫിന്റെ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ നല്ല അല്ലേ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ നല്ല ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്ത് ഉദ്ദേശിച്ചാണല്ലോ കൂട്ടി പറഞ്ഞത്. അപ്പൊ നമുക്കിനി പ്ലേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാം. പിന്നെന്താ അതാ ഇതങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് കമത്തുക. അങ്ങോട്ട് കമത്തി. പണ്ടൊക്കെ ചിരട്ടപ്പുട്ടുണ്ടായി കളിക്കും. അതെ കണ്ടോ ഇതോട് മാറ്റി. ചേട്ടാ കമത്ത്. ചേട്ടാ ഹലോ ഒരു കാര്യം എന്നോട് ചോദിക്കാം. ഞാൻ പോയിട്ട് ഞാൻ പിടിക്കുന്നു. ഇനി 2 തട്ടുകൂടെ തട്ടാനാണ് പറഞ്ഞേക്കുന്നത്. റെഡി? പിടിക്കരുത് മാത്രം. ഇല്ല 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 കുഴപ്പമൊന്നുമില്ല, അത്ര കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അയ്യോ എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ബ്രിഞ്ചോട് വെടിഞ്ഞു പോയി നമ്മുടെ, വെടിഞ്ഞു പൊട്ടിപ്പോയി നമ്മുടെ. ഓക്കെ. കഴിക്കാം. ബ്രിഞ്ചോളുടെ ഉള്ളിലത്തെ അതൊക്കെ പുറത്തേക്ക് എത്തി. അതാണ് ഏറ്റവും നല്ലത്. ആഹാ റൈത്തയും അച്ചാറും ഉണ്ട്. ഓക്കെ. ആയി നമുക്ക് ഷെഫ് നമ്മൾ വാരി തരുന്നതായിരിക്കും. ഓക്കെ. ആഹാ നല്ല മണം വരുന്നുണ്ട്. ആ ഇതൊക്കെ നമുക്ക് ശീലം. പക്ഷെ ഞാൻ വരട്ടെ. ഓക്കെ. ഇപ്രാവശ്യം ഡോക്ടർ വരുത്തരും. അപ്പൊ 2 പേര് എനിക്ക് വരുത്തരാണ്. ഡോക്ടറെ കൈ പൊള്ളുന്നുണ്ട്. വേണ്ടെന്ന് കുറച്ചേരം അവിടെ വെച്ചോ, ചൂട് വേണം. എന്റെ കൈ പൊള്ളുന്നുണ്ട്. കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഇതൊക്കെ ഇങ്ങനെ പലതരം വെജിറ്റബിൾ കറികളുണ്ട്. റൈത്തയും ബിരിയാണിയും ശരിക്കും കറക്റ്റ് അല്ലേ? ബ്രിഞ്ചോൾ ബിരിയാണി കറി കറക്റ്റ് വേർഡാണ്, കറക്റ്റ് നെയിമാണ് ഇത് ഈ കറിയുടെ. ബിരിയാണിയുടെ അല്ലേ? ഓക്കെ. 2 ഭാഗം കഴിച്ചില്ലേ? അല്ല കഴിച്ചില്ല, ചൂട് ബ്രിഞ്ചോളിനെ ചേർത്ത് കഴിക്കണ്ടേ. കൊച്ചിനാണ് വാവുള്ളിയാലോ. നല്ല ചൂടുണ്ടെന്ന് തോന്നിട്ടോ. നാളെ പ്രസവിക്കാനുള്ളതല്ലേ എനിക്കല്ലേ? എന്താ ഒരു കൺസേൺ നോക്കണേ ഷെഫ്. ഇത്ര സ്നേഹമാണെന്ന് എനിക്ക് അറിയില്ല. സ്നേഹം ഉണ്ടെന്ന്. ഞാൻ സാധാരണ നമ്മൾ വെജിറ്റേറിയൻസ് പറയത്തില്ലേ, ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ വെജ് അങ്ങനെ വെജായിട്ട് കഴിക്കാറില്ല. ഞാൻ എല്ലാം മിക്സ് ആയിട്ട് വെജ് മാത്രമായിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ. ഇനി എനിക്ക് ചൂടുണ്ട്. അത് സൂപ്പർ ബിരിയാണിയുടെ ഞാൻ ബിരിയാണി ശരിക്കുള്ള ടേസ്റ്റ് തരാം. ഒരേ ഫുഡിന് നമുക്ക് 4-5 ടേസ്റ്റിൽ എടുക്കാൻ പറ്റുന്നതാണ് ഷെഫ്. ടേസ്റ്റ് മാറിയില്ല മാറിയില്ലേ? കൊച്ചിന് കൊടുക്കാം. ഷെഫും കഴിക്കണം കേട്ടോ. ഷെഫ് കഴിക്കാണ്ടിരിക്കരുത്. ഞങ്ങൾക്കത് പറ്റില്ല. ഷെഫ് കഴിക്കണം. നിങ്ങൾക്ക് സങ്കടാവൂലേ ഇത്രയും കുക്ക് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട്? എന്റെ പ്രേക്ഷകരുണ്ടാക്കി കഴിച്ചാൽ മതി. കൊള്ളാട്ടോ. അച്ചാറിന്റെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് വേറെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഡോക്ടറെ 2 പേരും കൂടെ പാടാൻ പാടും. അതെ അതെ ഒരു പാട്ട് ഞാൻ അവിടെ റിഹേഴ്സ് ചെയ്ത് കേട്ടോ. റീൽസ് ഇടാനായല്ലോ. ഒരു പാട്ട് പാടി നോക്കുന്നത് ഡോക്ടറുടെ ഉള്ളിലെ കലാകാരി. അപ്പൊ നമുക്ക് ഒരു സമ്മാനങ്ങൾ കൊടുക്കണ്ടേ ഇപ്രാവശ്യം? സമ്മാനങ്ങൾ കൊടുക്കണം. മുട്ടടിച്ചൊരു വഴിക്കാക്കാം. കുറച്ചധികം സമ്മാനങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ ഗിഫ്റ്റ്സിലേക്ക് പോവാണ് ഷെഫ്. ഓക്കെ. അപ്പം നമ്മുടെ കേരളത്തിലെ ഇമിറ്റേഷൻ ജ്വല്ലറി നിർമ്മാതാക്കളായിട്ടുള്ള നയ ഗോൾഡ്, മേര ഗോൾഡിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ ജ്വല്ലറീസ് ആയിട്ടുള്ള പാലക്ക, മാങ്ങമാല, അങ്ങനെ കുറെ ജ്വല്ലറീസ് ഇവർക്കുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പിന്നെ ആരും കൊതിച്ചു പോകും. അതെ. LGO ബ്രാൻഡിന്റെ CP ടാപ്സ് ആൻഡ് ബാത്ത്വെയർസിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. കേരളത്തിന്റെ തനത് രുചി, മനസ്സിനെന്നും സംതൃപ്തി. അപ്പൊ ഇതിന്റെ പയ്യോളി മിക്സ്ചർ ആണ് സ്നാക്ക്. അടിപൊളി മിക്സ്ചർ ആണ്. അപ്പൊ നമ്മുടെ കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാനയാണ് നമ്മുടെ ബീനാന ബ്രാൻഡിന്റെ ചിപ്സ് ആണ്. ഇതിൽ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മുടെ പെരി പെരി, അതുപോലെ സ്വീറ്റ് ഹണി, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. സ്കിന്നിന് ദോഷമൊന്നും വരാതെ, കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത, നമ്മുടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്കിൻ കെയർ ഡോക്ടേഴ്സ് തയ്യാറാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അല്ലൂർ എക്സിയറിന്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്.
അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു നല്ലൊരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. നല്ല പാട്ടുകളോട് അതെ, കൂടി. പാട്ടുകളോട് കൂടി ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ 2 പാട്ടുകളാണല്ലേ. അത് മാത്രമല്ല, ഡോക്ടർ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പ്രോഗ്രാമിൽ ഒരു ഡോക്ടർ വരുന്നത്, അതും ടാലന്റഡ് ആയിട്ട് അല്ലെ, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഡോക്ടർ. അത്യാവശ്യം ഞങ്ങളോട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഡോക്ടർ പൾസ് എന്ന് കേരളം മൊത്തവും പുറത്തും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ MD കൂടാണ് ഡോക്ടർ അല്ലേ. മാത്രമല്ല കുട്ടിയുടെ പൾസ് നോക്കിയാലും ടെൻഷൻ ഉണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി നോക്കാം. നൈസ്. ഡോക്ടർ എന്താ പറയാനുള്ളത്? ഇല്ല, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു TV ഷോയിൽ തന്നെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ പ്രത്യേകിച്ച് ഞാനൊക്കെ സ്കൂൾ തൊട്ടേ കണ്ടു വരുന്നതാണ് കുക്കറി ഷോ എന്ന് പറയുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ അത്യാവശ്യം പാചകം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, സമയം പോലെ. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ അടിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നില്ല, പക്ഷെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി തന്നെയാണ് ഷെഫിൻ്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യവും കൂടി കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 2 ഡിഷും വളരെ സിമ്പിൾ അല്ല, വളരെ സിമ്പിളാണ്, സീരിയസ്ലി വളരെ സിമ്പിളുമാണ്, ഭയങ്കര ടേസ്റ്റിയുമായിരുന്നു, ഹെൽത്തിയുമാണ്, നല്ലെണ്ണയും വെണ്ടയ്ക്കൊക്കെ ആയിട്ടല്ലേ. ഇപ്പൊ 2 എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായ നമ്മുടെ ഡോക്ടർ കൃഷ്ണപ്രിയയ്ക്ക് ഒത്തിരി അധികം താങ്ക് യു. ആൻഡ് നമ്മുടെ നല്ല ഫണ്ണായിട്ടുള്ള 2 എപ്പിസോഡായിരുന്നു. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു, കൂടുതൽ ടെൻഷൻ ഒന്നുമില്ല. അതെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അതെ അതെ നല്ല പാട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 എപ്പിസോഡായിരുന്നു. കണ്ണും മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും പുതിയ ഫുഡ് ഡിഷസ് ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. ഷെഫും ഞാനും വേറൊരു ഗസ്റ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, ഡോക്ടർ കൃഷ്ണപ്രിയ. ബൈ.